നമസ്കാരം. ട്രംപിന്റെ 6000 കോടി രൂപയുടെ വിമാനം ഇറാൻ തകർത്തു. അമേരിക്കൻ വിമാനം ചുട്ടരിച്ചു ഇറാൻ. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ US വ്യോമസേനയുടെ നട്ടൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ആയുധമാണ് ഇറാന്റെ ഡോൺ മിസൈൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം തകർന്ന അവാക്സ് അഥവാ E3 സാൻഡ്രി എന്ന് പറയപ്പെടുന്നത്. ഇത് ഏകദേശം 6000 കോടി രൂപയുടെ ഒരു വിമാനമാണ്. ഇതിനെയാണ് ഇറാൻ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. US വ്യോമസേനയുടെ നട്ടലായി കരുതുന്ന വിമാനമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഇത്തരത്തിൽ ചുട്ടരിച്ചു കളഞ്ഞത്. എയർബസിലെ നിരവധി വിമാനങ്ങൾ തകർന്നിട്ടുണ്ട് എങ്കിലും അവാക്സ് അഥവാ ബോയിങ് E3 സാൻഡ്രി എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന വിമാനത്തിന്റെ തകർച്ച മധ്യേഷ്യയിലെ എല്ലാ US തന്ത്രങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ ബേസിൽ നിർത്തിയിട്ടിരുന്ന ഈ വിമാനത്തിന് മേൽ മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ഇവ വന്ന് പതിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ US-ന്റെ എല്ലാ നിരീക്ഷണ സംവിധാനങ്ങളെയും കബളിപ്പിച്ചാണ് ഇറാൻ എയർബേസിൽ ആക്രമണം നടത്തിയത് എന്നുള്ളത്. അപ്പോൾ റീഫ്യൂലിംഗ് വിമാനമടക്കം തകർക്കപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. 12 US പട്ടാളക്കാർക്ക് അടക്കം ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാൻഡ്രി എന്ന് പറയപ്പെടുന്ന ഒരു സാധാരണ യുദ്ധവിമാനമല്ല. US യുദ്ധമേഖലയെ പഠിക്കുന്നതും നിരീക്ഷിക്കുന്നതും എല്ലാം ഈ വിമാനത്തിന്റെ സഹായത്തോടു കൂടിയാണ്. 100 കിലോമീറ്ററുകൾ വരുന്ന മേഖലയാകെ നിരീക്ഷണം നടത്താൻ ഈ യുദ്ധവിമാനത്തിന് സാധിക്കുന്നുണ്ട്. മിസൈലുകളുടെയും ഡ്രോണുകളുടെ വരവിനെ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയുവാനും അവയുടെ ലക്ഷ്യസ്ഥാനം ഏതായിരിക്കുമെന്ന് തിരിച്ചറിയുവാനും ഈ വിമാനത്തിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിവേഗം മിസൈൽ വേധ സംവിധാനങ്ങളെ സജ്ജീകരിക്കുവാൻ ഈ വിമാനത്തിൽ നിന്നുള്ള വിവരങ്ങളെ പശ്ചിമേഷ്യയിലെ US സൈനിക കേന്ദ്രങ്ങൾ സൈന്യം അത് കാര്യമായിട്ട് ആശ്രയിക്കുകയാണ്. E3 സാൻഡ്രി തകർക്കപ്പെട്ടത് US-ൽ കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുവാനുള്ള US-ന്റെ ശേഷിയെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്നതാണ് ഈ സംഭവമെന്ന് വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. E3 സാൻഡ്രി ഇല്ലാതെയുള്ള US സൈന്യത്തിന്റെ ഇനിയുള്ള പ്രവർത്തനം റിസ്ക് പിടിച്ചതായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഫൈറ്റർ ജെറ്റുകളും മിസൈൽ ഡിഫൻസ് സിസ്റ്റവും നാവികസേനാ സംവിധാനങ്ങളും എല്ലാം ഇവിടെ പ്രയാസത്തിലാകുന്ന ഒരു കാഴ്ചയിലാണ്. ഗൾഫ് യുദ്ധത്തിലും ഇറാഖ് യുദ്ധകാലത്തും അഫ്ഗാനിസ്ഥാനിലെ യുദ്ധകാലത്തും ഒക്കെ അവാക്സ് വിമാനം സജീവമായിട്ട് ഈ യുദ്ധമുഖത്തുണ്ടായിരുന്നതാണ്. 1970-കളിൽ സർവീസിൽ കയറിയതാണ് അവാക്സ്. സമാനമായിട്ടുള്ള 16 കൂടി US-ന്റെ പക്കലുണ്ട് താനും. അപ്പോൾ ഇതിൽ തന്നെ പകുതിയോളം എണ്ണം മാത്രമേ സർവീസ് യോഗ്യമായിട്ടുള്ളൂ. ഇക്കാരണത്താൽ തന്നെ ഈ നഷ്ടം US-ന് വലിയ നഷ്ടമാണ്. ഇത്തരം വിമാനങ്ങളുടെ നിർമ്മാണം എന്ന് പറയപ്പെടുന്നത് വളരെ ചിലവുള്ളതാണ്. ഇപ്പോൾ തകർക്കപ്പെട്ട വിമാനം പോലും ഏകദേശം 6000 കോടി രൂപ വിലയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 360 റഡാർ കവറേജ് ഉണ്ട് ഈ വിമാനത്തിനൊക്കെ. വ്യോമാതിർത്തി തുടർച്ചയായിട്ട് സ്കാൻ ചെയ്യുകയും ഭീഷണികളുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ചക്രവാള പരിധിക്ക് മുകളിലൂടെയും ലക്ഷ്യങ്ങൾ കാണുവാനുള്ള ലുക്ക് ഡൗൺ ശേഷി ഈ വിമാനത്തിന്റെ ഒരു സവിശേഷതയാണ്. ഇനി ആക്രമണത്തിനിരയായാൽ പോലും റഡാർ ഉപയോഗശൂന്യമാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണിത്. ശക്തമായിട്ടുള്ള ഇലക്ട്രോണിക് യുദ്ധ പരിസ്ഥിതികളിൽ പ്രവർത്തിക്കുന്ന ഒരു കഴിവ് ഇതിനുണ്ട് താനും. യുദ്ധത്തിൽ ഈ ഇടപെടലിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കാം ഈ E3 സാൻഡ്രിയുടേത്. ഇത് മാത്രമല്ല ഇസ്രായേലിലെ നെഗവ് മേഖലകളിൽ സ്റ്റീൽ കോംപ്ലക്സിന് നേരെ അടക്കം ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധം എന്ന് പറയപ്പെടുന്നത് ഗൾഫ് മേഖലകളിൽ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ് എന്ന് പറഞ്ഞ് നമുക്ക് കൈയൊഴിഞ്ഞ് കളയാൻ കഴിയില്ല. ഇവിടെ ഇറാന്റെ ആക്രമണം എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും നമുക്ക് പ്രവചിക്കുവാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിലെ നെഗവ് മേഖലയിലുള്ള സ്റ്റീൽ കോംപ്ലക്സിന് നേരെ അടക്കം കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. ഇറാന്റെ സ്റ്റീൽ വ്യവസായ മേഖലയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് പ്രതികാരമായിട്ടുള്ള നടപടികളാണ് എന്ന് ഇത് ഇറാൻ വ്യക്തമാക്കുമ്പോഴും ഇറാന്റെ യുദ്ധക്കൊതി അല്ലെങ്കിൽ യുദ്ധ ആവേശം എന്ന് പറയപ്പെടുന്നത് കുറയുന്നില്ല. ഇസ്രായേലിന്റെ സൈനിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് ഇത് എന്ന് പറയപ്പെടുമ്പോഴും സ്ഫോടനത്തെ തുടർന്ന് വ്യവസായ സമുച്ചയത്തിൽ തീപിടുത്തം ഉണ്ടായതടക്കമുള്ള കാര്യങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായിട്ടും കെമിക്കൽ ചോർച്ചയുണ്ടോ എന്ന് അധികൃതർ പരിശോധിച്ചു വരികയാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇസ്രായേലിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇറാൻ ആക്രമണങ്ങൾ രൂക്ഷമായിട്ട് തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ട് ജെറുസലമിലെ വിശുദ്ധ കേന്ദ്രങ്ങൾ ഇസ്രായേൽ അടച്ചുപൂട്ടേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് ഈ നടപടി എന്ന് ഇസ്രായേൽ അധികൃതർ വിശദീകരിക്കുമ്പോഴും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ കൂടുതൽ ശക്തമാകുന്നതോടെ മേഖലയിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല തങ്ങളുടെ വ്യവസായ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ കടുത്ത തിരിച്ചടി നൽകുമെന്നുള്ള നിലപാടിലുമാണ് ഇവർ. അതായത് ഈ ആക്രമണങ്ങൾ അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയപ്പെടുന്നതിന്റെ പരിസമാപ്തി ഉണ്ടാകുന്നില്ല, പര്യവസാനം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇനിയൊരു ഒരാഴ്ച കാലത്തിന് ശേഷം നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് പിരിഞ്ഞ ട്രംപ് എന്തിനാണ് അത്തരത്തിൽ പിരിഞ്ഞു പോയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ സംശയം ഉദിക്കുന്നുണ്ട്. ഇവിടെ യുദ്ധത്തിൽ നിന്ന് താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ നടത്തി മുന്നോട്ട് പോകുന്ന ട്രംപിനെ കാണുമ്പോഴും പക്ഷേ ട്രംപിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള യുദ്ധം നടത്താൻ ഇറാൻ തയ്യാറാകുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഇവിടെ യുദ്ധം അവസാനിക്കണമെങ്കിൽ അമേരിക്ക വിചാരിച്ചാൽ പോരാ, ഇസ്രായേൽ വിചാരിച്ചാൽ പോരാ,
ഇവിടെ അത് വിചാരിക്കേണ്ടത് ഇറാനാണ്. ഇറാൻ വിചാരിച്ചാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ അതിന് പകരം ചെയ്യുന്ന തരത്തിലേക്ക് ഇറാൻ വളർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ പ്രയോഗിക്കുന്ന ഏതൊരാക്രമണവും അത് ഏത് രാജ്യത്ത് നിന്നാണെങ്കിലും ആ രാജ്യങ്ങൾക്കെതിരെ വളരെ കൃത്യമായി തിരിച്ചടിക്കുവാൻ തന്നെയാണ് ഇറാന്റെ പദ്ധതി എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ അമേരിക്കൻ വിമാനത്തിനെ ഇറാൻ ചുട്ടരിച്ച കാഴ്ച നമ്മൾ കണ്ടത്. ഏകദേശം ട്രംപിന്റെ 6000 കോടി രൂപയുടെ വിമാനത്തിനെയാണ് ഇറാൻ തച്ചു തകർത്തത് അല്ലെങ്കിൽ അഗ്നിക്കിരയാക്കിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.